ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ മയോണൈസ് പല രീതിയിലും ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മയോണൈസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഡൗട്ടാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിത് തയ്യാറാക്കുന്നത് ചോറ് വെച്ചിട്ടാണ്. അപ്പോൾ എങ്ങനെ നല്ല ക്രീമി ആയിട്ടുള്ളൊരു മയോണൈസ് ചോറ് വെച്ചിട്ട് തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് ചോറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ തണുത്ത പാല് ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 വെളുത്തുള്ളി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വിനാഗിരിയാണ് ചേർക്കണത്. പിന്നെ നമുക്ക് നല്ല ക്രീമായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ മറ്റേതിൽ നല്ല പോലെ ഒഴിച്ച് കൊടുക്കണം. ഇതിൽ നമുക്ക് വെറും സൺഫ്ലവർ ഓയിൽ നമുക്കൊരു 1/4 കപ്പ് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ആദ്യം ഒഴിച്ച് കൊടുത്തൊന്ന് അരച്ചെടുത്തു. അതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഒന്ന് ഒഴിച്ച് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള നമ്മൾ മുട്ട വെച്ചിട്ട് എങ്ങനെയാണോ മയോണൈസ് ഉണ്ടാക്കുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ചോറിൻ്റെ ടേസ്റ്റ് ഒന്നും തോന്നില്ല കേട്ടോ. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ.